റോസ്ബർട്ട് ബെന്നോയുടെ ഈ കവിത തുടങ്ങുന്നത് പ്രപഞ്ചത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ്, പക്ഷെ അത് അവസാനിക്കുന്ന രീതി വളരെ വ്യത്യസ്തമാണ്. കവിത തുടങ്ങുന്നത് ഒരു ലളിതമായ സംഭാഷണത്തിലൂടെയാണ്. കവിയും അവരുടെ മരുമകളും തമ്മിൽ സംസാരിക്കുന്നു. വിഷയങ്ങൾ കണ്ടോ? ഉൽക്കഖനനം, വാൽ നക്ഷത്രത്തിലെ സ്വർണം, വെള്ളത്തിനടിയിലെ കല്യാണം വരെ. ശാസ്ത്രവും ജീവിതവും ഒന്നിക്കുമ്പോ എന്താവും? ഇത്രയും വലിയ കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്നൊരു ലളിതമായ ചോദ്യം വരുന്നു. അതൊരു വലിയ ചോദ്യമായിരുന്നു, കവിതയുടെ ഗതി മാറ്റിയ ചോദ്യം. നമ്മൾ എന്തിനാണിവിടെ? അപ്പോ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണ് കവിതയുടെ പിന്നീടുള്ള യാത്ര, നമ്മുടെ എല്ലാം നിലനിൽപ്പിന്റെ അർത്ഥം തേടി. കവിത പറയുന്നത് നമ്മളുണ്ടാക്കുന്നതെല്ലാം താൽക്കാലികമാണ്, വെറുമൊരു താൽക്കാലിക കൊട്ടാരം പോലെ. പക്ഷെ ഇതൊന്നും വെറും തിയറിയിലൊതുങ്ങുന്നില്ല. കവിത വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്, ഓർമ്മകളിലേക്ക്. ഒരു ട്രെയിൻ നഷ്ടപ്പെടുന്നത്, ഒരു കോണിപ്പടിയിൽ നിൽക്കുന്നത്, ഈ ഓർമ്മകൾക്ക് പ്രപഞ്ച സത്യങ്ങളുമായി എന്ത് ബന്ധം? കണ്ടോ, നമ്മുടെ വളരെ പേഴ്സണലായ ഓർമ്മകളെ വരെ വലിയ വലിയ ശാസ്ത്രീയ ആശയങ്ങളുമായി ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ ഈ അർത്ഥം തേടിയുള്ള യാത്ര നമ്മളെ ഒരു നിഗമനത്തിലേക്ക് എത്തിക്കുന്നുണ്ട്, ഒരു മനുഷ്യ സഹജമായ ഫീലിംഗ്. അടുത്തതെന്താണ് എന്ന ചിന്ത ഒരിക്കലും അവസാനിക്കില്ല, നമുക്കൊന്നും ഒരിക്കലും മതിയാവില്ല. ഇത് നമ്മുടെ ആഗ്രഹങ്ങളെക്കുറിച്ചാണ്. എപ്പോഴും കൂടുതൽ വേണം എന്നൊരു തോന്നൽ, അതാണോ നമ്മുടെ പ്രശ്നം? അപ്പ നോക്കൂ, കവിത തുടങ്ങിയത് പ്രപഞ്ചത്തിൽ നിന്നാണ്, പക്ഷെ അത് അവസാനിക്കുന്നത് മനുഷ്യന്റെ തൃപ്തിയില്ലായ്മയിലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഈ സംതൃപ്തി? ഈ തിരച്ചിലിന് എവിടെയെങ്കിലും ഒരു അവസാനമുണ്ടോ?